മാത്യു കുഴൽനാടൻ MLA കൂടി ചേർന്നു. ശ്രീ മാത്യു കുഴൽനാടൻ MLA, ഈ ROCയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കേസ് മാറുമ്പോൾ അതിന്റെ ഗൗരവതരമായ സ്വഭാവം കൂടി മാറുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങാൻ ശേഷിയുള്ള ഒരു ഏജൻസി അന്വേഷണം നടത്തുന്നത്, അതിലെ രാഷ്ട്രീയം എത്രത്തോളം ഉണ്ട്? ഈ പറഞ്ഞ മാസപ്പടി വിവാദത്തിലടക്കം വലിയ കാര്യമുണ്ടെന്നൊരു കണ്ടെത്തലാണോ SFIയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? SFIയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്, വീണ്ടും ആദ്യം മുതലേ ഈ കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് ഇതിന്റെ പ്രവർത്തനം ഒട്ടും സുതാര്യമല്ലെന്നും ഇതൊരു കടലാസ് കമ്പനിയുടെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനോ അഴിമതിപ്പണം വെളുപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്പനിയുടെ പ്രവർത്തന സ്വഭാവമാണ് ഇതിൽ കാണുന്നതെന്നും പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും എത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമല്ല എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന താരതമ്യേന വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഗണത്തിലേക്ക് പെടുത്തി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നത്. അതും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനി ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റഡാറിനുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ വരിക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും വിലയിരുത്തണം. ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാം മുമ്പിലുള്ളത് ഒരേ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ. അത് IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ ഒരു ക്വാസി ജുഡീഷ്യൽ ഫൈൻഡിങ്ങിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, സമാനമായ നിലയിൽ നിരവധി കമ്പനികളിൽ നിന്നും ഈ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതുകൂടി നോക്കുമ്പോൾ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എന്നതിലപ്പുറത്തേക്ക് KSIDC കൂടി ഈ ഇടപാടിലേക്ക് വരുമ്പോൾ സർക്കാർ അങ്ങനെ എളുപ്പത്തിൽ കൈയൊഴുകാൻ പറ്റുന്ന ഒരു സംഭവമായി ഇത് മാറില്ലല്ലോ. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കമ്പനി നടത്തിയിട്ടുള്ള നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായ കാര്യങ്ങൾക്ക് സർക്കാർ ഏജൻസി കൂട്ടുനിന്നു എന്നതാണ് KSIDCക്കെതിരെ ഉയരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം KSIDC 14% ഷെയർ ഹോൾഡ് ചെയ്യുന്ന CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇല്ലീഗൽ ട്രാൻസാക്ഷന്റെ ഒരു ഭാഗം നടന്നിരിക്കുന്നത്. അതിന്റെ അകത്ത് ഒരുപക്ഷെ പല നിലയ്ക്കുള്ള കമ്പനി ലോസിന്റെ വയലേഷൻ തന്നെയുണ്ട്. അപ്പോൾ ബോർഡിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഉള്ള ഒരു കമ്പനി എന്ന നിലയിൽ KSIDCക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും കൈയൊഴിയാൻ കഴിയത്തില്ല. കാരണം സർക്കാരിന്റെ താല്പര്യം തന്നെ CMRLന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ആംഗിളിൽ KSIDC വലിയ കുഴപ്പത്തിലാവും. കാരണം നൂറുകണക്കിന് കോടി രൂപയുടെ ഇൻകം സപ്രസ് ചെയ്ത് ഗവൺമെന്റിന് കിട്ടുമായിരുന്ന ലാഭം, അതായത് ഇപ്പൊ 100 കോടി രൂപ ലാഭം ഉണ്ടായിരുന്നുവെങ്കിൽ 14 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ടായിരുന്നു. അപ്പൊ ആ പണം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആ കമ്പനിയുമായി ഗൂഢാലോചന ചെയ്തു എന്നുള്ള ഒരു സ്കെയിലിലേക്ക് ഈ കാര്യം മാറും. അപ്പോൾ എക്സാലോജിക്കും CMRലും KSIDCയും ഒക്കെ ചേർന്നുള്ള വലിയ ഒരു കൂട്ടുകച്ചവടം പോലെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റും ഇവിടെ ആൻസർ ആവും. CMന്റെ മകളുടെ കമ്പനി എന്നതിനപ്പുറത്തേക്ക് ഒരു ഡയറക്റ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെന്റും ഒരു കമ്പനി കൂടി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ ബൗണ്ട് ടു ആൻസർ. സർക്കാർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. മറ്റു ചോദ്യം കൂടി, ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIക്ക് അന്വേഷണം കൈമാറുന്നതിനെ UDF സ്വാഗതം ചെയ്യുകയാണോ? തീർച്ചയായിട്ടും. അന്വേഷണം നിയമത്തിന്റെ വഴിക്ക് പോകുകയല്ലേ പറ്റത്തുള്ളൂ. തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ SFI കൈമാറുന്നതിൽ രാഷ്ട്രീയം കാണുന്നില്ലേ? അല്ല, അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഇത് മുഖ്യമന്ത്രി ആദ്യം മുതൽ ഈ പരിചയം എടുത്ത് പിടിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഏത് കാര്യം വന്നാലും അദ്ദേഹം ഞങ്ങൾക്കെതിരെ ചെയ്യുന്ന എല്ലാം രാഷ്ട്രീയമാണെന്ന് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ ROCയിൽ വന്ന അന്വേഷണമാണ് പ്രാഥമിക അന്വേഷണം. തുടക്കത്തിൽ ചില ചട്ടവിരുദ്ധതകൾ കണ്ടു, പിന്നീട് SFIയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിലൊരു രാഷ്ട്രീയം കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. ഇല്ല, ROC അന്വേഷിച്ചപ്പോൾ അതിന്റെ അകത്ത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള വയലേഷൻസ് കണ്ടുകൊണ്ടായിരിക്കും അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവുക. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചതിന്